ലോക്കല്ലായ ഇതാ കുഴപ്പം. വെയിലുള്ളണം. മുഖത്തിന്റെ ഇതൊക്കെ അങ്ങ് പോകും, കരുവാളിക്കും. അത് നല്ലത് സാർ, മുഖത്തിന്റെ പാട് മാറി കിട്ടും. താനെന്തിനാ വന്ന്? DGPയുടെ സർക്കുലറിലുണ്ടായിരുന്നല്ലോ സാർ, വാഹന പരിശോധന കർശനമാക്കണം. ഞായറാഴ്ചയാണെങ്കിൽ ഇത്തിരി കുറവാണല്ലേ സാർ ട്രാഫിക്? സോറി സാർ. ആ വണ്ടി ഒതുക്കാൻ പറ. അങ്ങോട്ടേക്ക് സാർ, ഈ കണ്ടെയ്നേഴ്സ് പോർട്ടിലെ ചെക്കിംഗ് കഴിഞ്ഞാലും ബൈപ്പാസിലും പരിശോധിക്കണമെന്ന് സർക്കുലറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാർ. രത്തൻ സാറിന്റെ വണ്ടിയാ. ചെക്കിംഗ് ഒന്നും വേണ്ട, പെട്ടെന്ന് വിട്ടേക്കെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല സാർ. സാറിന്റെ ഡ്യൂട്ടിയിലുള്ള ആത്മാർത്ഥത പരീക്ഷിക്കുന്നതാണ് സാർ. ചില നേതാക്കന്മാർ ഇങ്ങനെയാ, ഈ ദത്തൻ MLA ഇതിന്റെ ആളാ, കുറച്ച് സാധനങ്ങൾ കയറ്റി അയച്ചിട്ട് വണ്ടി നമ്പർ ഇതാണ് പരിശോധിക്കണമെന്നൊക്കെ പറയും. സാറിന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാണ് സാർ. അങ്ങനെയാണോ എന്ന് ദത്തൻ സാറിനോടൊന്ന് വിളിച്ചു ചോദിച്ചാലോ? സാറേ, ദത്തൻ സാറ് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇത് കണ്ടോ സാർ, അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുകയല്ലേ. ഇതും കേട്ട് സാറ് ചെക്ക് ചെയ്യാതിരുന്നാലേ തൊപ്പി പറക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായി. പേപ്പറൊക്കെ ആയിട്ട് ഇറങ്ങി വാടാ. അല്ല, ഇത് ഇറങ്ങി വാടാ. സാർ, അത്രയ്ക്ക് കടുപ്പിക്കണ്ട. ഇറങ്ങി വാടാ. ഓ, ഈ ചാനലുകാരൊക്കെ എന്താ ഇവിടെ? അവർക്ക് എന്തെങ്കിലും ഒരു വാർത്ത വേണ്ടേ സാർ? സാർ ചെക്ക് ചെയ്യണം. ചൈനീസ് ടോയ്സ് പേപ്പറിൽ അങ്ങനെ പലതും കാണും സാർ. കേറി ചെക്ക് ചെയ്യണോ? എന്നാ ഞാനും കൂടി അങ്ങോട്ട്. സാർ, ഐ ആം വെരി സ്ട്രിക്റ്റ് ആൻഡ് എഫിഷ്യന്റ്. MLA ഒന്ന് പറഞ്ഞേക്ക്. എന്തായി? പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ. എന്നാ പോയിക്കോളൂ. സാറേ, പോവാൻ വരട്ടെ. ആ സ്പാനറിഞ്ഞെടുത്തേ. 12-13. ഇത് തന്നെ. എവിടാ അതിന്റെ കീ? കീ ഇല്ല സാർ. കീ ഇല്ലേ? എടോ, നമ്മുടെ ജീപ്പിൽ കമ്പി വല്ല ഇരിപ്പുണ്ടോ? കമ്പി ഉണ്ടാവും സാർ. എടുത്തേ സാർ. സുരേന്ദ്രന്റെ അതേ ടെക്നിക്ക്. എന്താണോ അതൊക്കെ? എനിക്കൊന്നും അറിയില്ല സാർ. അറിയിക്കണം തന്നെ. കൊണ്ടുപോകണേ. കൊച്ചി നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. കണ്ടെയ്നറിൽ ഒളിപ്പിച്ചു കടത്തിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന മയക്കുമരുന്നുകൾ പോലീസ് പിടിച്ചെടുത്തു. ഇത്ര വിദഗ്ധമായി ഓപ്പറേഷൻ നടത്താൻ സാധിച്ചത് എങ്ങനെയാണ് സാർ? ഒരു കമ്പി വിളിച്ച് താക്കോലുണ്ടാക്കുക, അതിട്ട് തുറക്കാന്നൊക്കെ പറഞ്ഞാല് ഇത്തരം അറകളിൽ മയക്കുമരുന്ന് കടത്താറുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഒക്കെ CA സാജൻ സാറിന്റെ ബുദ്ധിയാ. ഈ ഓപ്പറേഷന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനുള്ളതാ. സാറ് പറഞ്ഞു, ഞാൻ അനുസരിച്ചു. അത്രേ ഉള്ളൂ. പോയി ചോദിക്കും. സാർ, ഒന്ന് ചോദിച്ചോട്ടെ, പോലീസ് എനിക്ക് ആകെ നേട്ടമായി ഈ മയക്കുമരുന്ന് വേട്ടയെ കുറിച്ച് വിശദമായി ഒന്ന് പറയാമോ? കത്തിച്ച് വിട് സാറേ. അല്ല, അത് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ദത്തൻ സാർ പറഞ്ഞിട്ടാണല്ലോ. അത് പിന്നെ ദത്തൻ MLA, അദ്ദേഹത്തിന്റെ ബിനാമിയുടേതാണല്ലോ ഈ കണ്ടെയ്നർ. അതായത് ഒരു MLA പോലും തനിക്ക് പേടിയില്ലെന്നാണ് CI സാജൻ സാർ ഇപ്പൊ നിങ്ങളോട് അർത്ഥമാക്കിയത്. ആണോ സാർ? അതെ 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 സാർ. അതെ സാർ. കോടിക്കണക്കിന് രൂപ വില വരുന്ന ലഹരിമരുന്ന് കടത്തിനു പിന്നിലുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറനീക്കി പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
എന്തിനാ നിർത്തിയത്? ഇടിച്ചു തെറിപ്പിച്ചങ്ങ് പോവായിരുന്നല്ലേ? ഇടിയൊക്കെ അവസാനമല്ലേ സാർ? ഓക്കെ, അധികം ഷൈൻ ചെയ്താലുണ്ടല്ലോ. ചേട്ടാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഇതൊക്കെ ഒരു നേരം പോക്കായിട്ട് കാണാനാണ് എനിക്കിഷ്ടം സാറേ. നിന്നെ പോലെ സർവീസിൽ കയറുന്നവന്മാര് കാണിക്കുന്ന ഈ ആദ്യത്തെ ആദർശം കാണിക്കലുണ്ടല്ലോ, അത് കാണുന്നത് എനിക്കും ഒരു നേരം പോക്ക. കതറ് പോലെയല്ല സാറേ, കാക്കി ഇസ്തിരി ഇടാനേ ഇത്തിരി ബുദ്ധിമുട്ടാ. പ്ലീസ് പ്ലീസ്, സാർ ഒരു MLA യോടാണ് സംസാരിക്കുന്നത്. സാർ, ജയശങ്കർ സാർ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാ പ്ലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാക്കരുത് പ്ലീസ്. വാ സാർ, ആളറിയാതെയാണ് നീ ഈ കളി കളിച്ചതെങ്കിൽ ആ ഡ്രൈവർക്കെതിരായ ചാർജ് ഷീറ്റും കീറിക്കളഞ്ഞ് മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞു. അതല്ല, ആളാവാൻ വേണ്ടി അറിഞ്ഞു വെച്ചോണ്ടാ നീ ഈ കളി കളിച്ചതെങ്കിൽ അത് തീക്കളിയാ, ഓർത്തോ. സാർ ഇപ്പൊ പറഞ്ഞ തീക്കളിയില്ലേ, അത് ഞാൻ കളിച്ചു നോക്കാൻ പോവാ. എന്താ നിന്റെ ഉദ്ദേശം? പോലീസിന്റെ ഉദ്ദേശം എന്താ സാർ? കള്ളനെ പിടിക്കുക. നിന്റെ പ്രവൃത്തിയും പറച്ചിലൊക്കെ കണ്ടാൽ എന്നോടെന്തോ ശത്രുതയുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തോന്ന് ശത്രുത സാറേ? ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് എൻ്റെ ഒരു ഇൻസ്ട്രക്ടർ, വേണമെങ്കിൽ ഗുരുനാഥൻ എന്ന് പറയാം, ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഈ പൊതുജനങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് പോലീസിന്റെ ശത്രുവാ. തലയിലെ തൊപ്പി ചിലരെ അലങ്കാരമാക്കുമ്പോ വേറെ ചിലരത് അഹങ്കാരമാക്കും. രണ്ടുമല്ല, അഭിമാനമാക്കത്രേ വേണ്ടത്. ഗുരുവിന്റെ വാക്കുകൾ അനുസരിക്കാന്നുള്ളല്ലേ സാർ നല്ല ഗുരുദക്ഷിണ? ഓഹോ, നീയപ്പോ ഒരുങ്ങി തന്നെയാണ് അല്ലേ? DGPയെ പോലും എന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടാ ഞാൻ കാര്യങ്ങൾ നടത്തുന്നത്. ഓ, ഇതിപ്പോ നിന്റെ അടുത്തേക്ക് വന്നത് ഒരു മുന്നറിയിപ്പ് തരാനാ. പിന്നെ പത്രവും ചാനലൊക്കെ കൂടെ ഉണ്ടെന്ന് കരുതി ഇനി ഒരടി മുമ്പോട്ട് പോയാൽ അവസാനിപ്പിക്കും ഞാൻ, തെളിവ് പോലും ബാക്കിയില്ലാതെ, ഓർത്തോ. സാറ് വിചാരിച്ച ഒരു തെളിവ് പോലും ഇല്ലാതെ എന്നെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ സാറിനെ കുറിച്ചുള്ള തെളിവുകൾ നശിപ്പിക്കാൻ സാറെന്നല്ല, സാറിന്റെ തലതൊട്ടപ്പം വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അതൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഭദ്രമായി തന്നെ ഉണ്ട്. വരട്ടെ, എടുക്കടാ.